വളരെ മനോഹരമായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു ഫ്ലവറുകളാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ നിറച്ച് ഫ്ലവറുകൾ വന്നിട്ടുണ്ട്. കാരണം ഏകദേശം ഒരു 5-6 സ്പൈക്കുകൾ വന്നിട്ടുണ്ട്. പുതിയ സ്പൈക്കുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് നന്നായി വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. എൻ്റെ കയ്യിൽ ആദ്യം നോർമൽ വെറൈറ്റീസ് മാത്രമാണ് ഉണ്ടായത്. പിന്നീടാണ് ഇത്രയും നല്ല കളർ വെറൈറ്റികൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാനിതിങ്ങനെ പല സ്ഥലത്തും ഓൺലൈനൊക്കെ ആയി വാങ്ങിയിട്ടാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിറച്ച് പൂക്കളുണ്ടായിരിക്കുകയാണ്. കാരണം എനിക്ക് മറ്റേ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി അല്ലാത്താകുമ്പോൾ ഇത്രയും തിക്കായിട്ട് ഇങ്ങനെ ഫ്ലവറുകൾ ഉണ്ടാവില്ല. മാത്രമല്ല ഈ ഫ്ലവറുകൾ ഇത്ര അധികം ദിവസം നിൽക്കില്ല. പിന്നെ നമ്മുടെ സാധാ ഓർക്കിഡുകൾ പൂക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് നിറഞ്ഞ് പൂക്കുന്നതെങ്കിലും ഏകദേശം എല്ലാ കാലത്തും ഈ ഗ്രൗണ്ട് ഓർക്കിഡിൽ നന്നായിട്ട് ഫ്ലവറുകൾ ഉണ്ടാവും. മഴക്കാലമാണെങ്കിലും നമ്മളതിന് വേനൽക്കാലമാണെങ്കിലും ഒക്കെ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. സാധാരണ രീതിയിൽ നമ്മൾ മറ്റ് പ്ലാന്റുകൾ പോട്ട് ചെയ്യുന്ന പോലെ തന്നെ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഇത് ഞാനിവിടെ പോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നോർമലി എല്ലാ ഫ്ലവറിങ് പ്ലാന്റുകൾക്കും നമ്മൾ കൊടുക്കുന്ന വളങ്ങളുണ്ടല്ലോ. ഇപ്പോൾ എന്താ പറയുക, എല്ലുപൊടി അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് ഇതുപോലെയുള്ള പിന്നെ DAP ഇതൊക്കെ മാറി മാറിയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ വളങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെ ഇട്ട് കൊടുത്തപ്പോഴാണ് ഇത് ആദ്യമായിട്ടാണ് ഇതൊരു ഫ്ലവർ ഉണ്ടാവുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇത് ഏത് ഫ്ലവറാണെന്നുള്ളത്. പക്ഷേ വിരിഞ്ഞ് വന്നപ്പോൾ നല്ല ഭംഗിയാണ്. ഞാനിത് ഓൺലൈനായിട്ട് 50 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. കഴിഞ്ഞ വർഷത്തിലാണ് വാങ്ങിയത് വെച്ചത്. ഇപ്പോൾ നിറയെ പുതിയ പുതിയ തൈകളും ഇതിൽ വന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂ തന്നെയാണ് ഇവിടെ നിറഞ്ഞ് പൂത്തുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പുതിയതായിട്ട് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ തൈകളിൽ നിന്ന് ബൾബ് പോലുള്ളൊരു പോർഷൻ ഉണ്ട്. ആ ഭാഗത്തുനിന്നുള്ള തൈകൾ എടുത്തിട്ടാണ് നമ്മളിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു സമയം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മറ്റേ നോർമൽ ഓർക്കിഡ് പോലെ തന്നെ താഴേന്ന് ഒരു സ്പൈക്ക് വന്നിട്ടാണ് അതിന് മുകളിൽ ഫ്ലവർ ഉണ്ടായിരിക്കുന്നത്. അത് നോർമൽ ഓർക്കിഡ് പ്ലാന്റിൻ്റെ ഫ്ലവർ പോലെ അത്ര നാൾ നിൽക്കില്ല. എന്നാലും ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയിൽ കുറച്ചധികം നാൾ ഫ്ലവർ നിൽക്കും. പിന്നെ അത് ഫ്ലവർ അത്ര നിന്നിട്ടില്ലെങ്കിൽ പോലും സ്ഥിരമായിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്.